കളമശ്ശേരി മെഡിക്കൽ കോളേജിനെതിരെ വീണ്ടും പരാതി. ക്യാൻസർ രോഗിയായ വീട്ടമ്മ ചികിത്സാ പിഴവ് മൂലം 1 മാസത്തിലധികമായി ദുരിതം അനുഭവിക്കുകയാണ്. കടമക്കുടി സ്വദേശിനിയായ ശാന്തയ്ക്ക് നീതി തേടി മകൻ മുഖ്യമന്ത്രിക്കും പോലീസിനും പരാതി നൽകി. കഴിഞ്ഞ 10 വർഷത്തിലധികമായി ശാന്ത ക്യാൻസർ രോഗത്തിന് ചികിത്സ തേടുന്നുണ്ട്. 2012-ൽ സ്തനാർബുദത്തിന് ശസ്ത്രക്രിയ നടത്തിയിരുന്നു. അതിനു പിന്നാലെ 1 വർഷം മുൻപ് ഗർഭപാത്ര സംബന്ധമായ അർബുദവും പിടിപെട്ടു. ഇതിന്റെ ചികിത്സ തുടരുന്നതിനിടെ കഴിഞ്ഞ മാസം 9-ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിയ ശാന്തയോട് സ്കാൻ ചെയ്യാൻ ഡോക്ടർ നിർദ്ദേശിച്ചു. സ്കാൻ ചെയ്യുന്നതിന് മുൻപ് ഇഞ്ചക്ഷൻ എടുക്കേണ്ടതായി വന്നു. എന്നാൽ കൈഞ്ഞരമ്പിൽ എടുക്കേണ്ട ഇഞ്ചക്ഷൻ തെറ്റായ രീതിയിൽ ത്വക്കിലാണ് എടുത്തത്. ഇതുമൂലം കൈ നീര് വെച്ച് വീർക്കുകയും സ്കാൻ ചെയ്യാൻ കഴിയാതെ വീട്ടിലേക്ക് തിരികെ പോരുകയും ചെയ്തു. വീട്ടിലെത്തിയതോടെ സ്ഥിതി വഷളായി. നീര് കൂടുകയും അതികഠിനമായ വേദന അനുഭവപ്പെടുകയും ചെയ്തതോടെ ശാന്തയെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് വീണ്ടും കൊണ്ടുവന്നു. ആരോഗ്യസ്ഥിതി കൂടുതൽ മോശമായതോടെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ ഡോക്ടർ നിർദ്ദേശിച്ചു. തുടർന്ന് ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിൽ. അവിടെ നിന്നും ഡിസ്ചാർജ് ആയെങ്കിലും കൈ പൂർവ്വസ്ഥിതിയിലാകാത്തതിനാൽ പറവൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തുടരുകയാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് മൂലം ശാന്തയും കുടുംബവും അനുഭവിക്കേണ്ടി വന്ന വേദനയും ദുരിതവും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. വീഴ്ച വരുത്തിയവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുകയും ചികിത്സാ ചിലവടക്കം നഷ്ടപരിഹാരം വേണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം. നമുക്ക് ഒന്നാമത് ഭയങ്കര വേദനയാണ്. അപ്പൊ ഇങ്ങനെ പരാതി അവർക്കെതിരെയാണ്, ആശുപത്രിക്കെതിരെയാണ് പരാതി കൊടുത്തേക്കണം. പിന്നെ നമുക്ക് ഇതനുസരിച്ച് കുറച്ച് പൈസ ചെലവായിട്ടുണ്ട്. 10-35 ദിവസമായി അമ്മ ചികിത്സയിൽ കഴിഞ്ഞത്. അപ്പൊ അതിന്റെ എന്തെങ്കിലും സഹായമൊക്കെ നമുക്ക് നഷ്ടപരിഹാരം നമുക്ക് കിട്ടണം. അമ്മ അനുഭവിച്ച വേദന നേരിൽ കണ്ട ഈ മകൻ നീതി തേടി മുഖ്യമന്ത്രിക്കും പോലീസിനും പരാതി നൽകിയിരിക്കുകയാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ അടിക്കടി ഉണ്ടാകുന്ന ഇത്തരം വീഴ്ചകൾ ആരോഗ്യവകുപ്പ് കണ്ടില്ലെന്ന് നടിക്കരുത്. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയാണ് വേണ്ടത്. ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ടോം കുര്യാക്കോസ്, ന്യൂസ് 18 കൊച്ചി.